യു എയിലെ പൊതു ഇടങ്ങളിലെല്ലാം ഫ്രീ വൈഫൈ ലഭ്യമാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്. ലോ പോയിന്റ്. വക്കീലെ, നമ്മുടെ ഒരു സുഹൃത്ത് ഈ വൈഫൈ വഴി മൊബൈല് ഫ്രീ വൈഫൈ ഉണ്ടല്ലോ കണക്ട് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ഈ വൈഫൈ പ്രൊവൈഡർ റെസ്പോൺസിബിൾ ആയിരിക്കുമോ? അല്ല, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, പബ്ലിക് വൈഫൈസ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് വൈഫൈസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, പല ടെലികോം ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ടെലികോം കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഒന്നും ഓപ്പൺ ചെയ്യരുത്. കാരണം അതിൽ നിന്ന് നേരിട്ട് നമുക്ക് ഇത് പോകും, നമ്മുടെ ഡാറ്റാസ് പോകാനും ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത് സെക്യൂർഡ് അല്ല. സെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അത് കാണാൻ പറ്റും. നമുക്ക് ദിസ് കണക്ഷൻ ഈസ് സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈ ഫ്രീ വൈഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മാളുകളിലും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭയങ്കര റിസ്ക് ഉണ്ട്. കാരണം അത്രയധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, റൗട്ടേഴ്സ് പലതും യൂസ് ചെയ്യുന്നതാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ലിഖിതമായിട്ടുള്ള നിയമമല്ല, മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും ആ ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്ത ആൾക്കാർ ഉത്തരവാദികളല്ല. അതൊരിക്കലും നമുക്ക് അവരെ പേരിൽ ഉത്തരവാദിത്തം കെട്ടിവെക്കാൻ പറ്റില്ല. അപ്പം എയർപോർട്ടിൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ലോഞ്ചസിനാണെങ്കിൽ നമുക്ക് പ്രത്യേകതയുണ്ട്. എയർപോർട്ട് ലോഞ്ചസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ വൈഫൈ സെക്യൂർഡ് ആണ്. നേരെ മറിച്ച് പുറത്ത് എയർപോർട്ടിൽ ഫ്രീ വൈഫൈ ആണ്. നമ്മൾ ഏത് എയർപോർട്ടിൽ പോയാലും, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏത് എയർപോർട്ടിൽ പോയാലും വൈഫൈ ഫ്രീ ആണ്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പൈസ ആ ബാങ്കിലേക്ക് പൈസ മാറ്റാൻ പോയാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്ന്. ഇനി എങ്ങനെ ഇവർ ഉത്തരവാദികളാകും എന്നുള്ളതാണ്. ഉത്തരവാദികളാവുന്നുണ്ടെങ്കിൽ ഒന്ന്, നമുക്ക് പ്രൂവ് ചെയ്യണം ഇത് യഥാർത്ഥത്തിൽ ഈ വൈഫൈ സെക്യൂർഡ് ആണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അത് യൂസ് ചെയ്തത് അവരുടെ കുഴപ്പം കൊണ്ടാണ് അത് ഹാക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവരുപയോഗിച്ച് ഹാക്ക് ചെയ്തതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതൊന്നും മനുഷ്യ സംബന്ധമായി നമുക്ക് പെട്ടെന്നൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റാവുന്ന വരുന്ന വെച്ചാൽ എത്രയും പെട്ടെന്ന് ബാങ്കിനെ ഇൻഫോം ചെയ്യുക, എന്നിട്ട് ആ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പോലീസിലൊരു കേസ് ഫയൽ ചെയ്യാൻ നോക്കുക. ഇപ്പം ബാങ്കിന് ഇപ്പോൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്ക് പറയുന്നത് നിങ്ങൾ എവിടെ വെച്ച് യൂസ് ചെയ്തു, അത് സെക്യൂർഡ് അല്ലായിരുന്നു, OTP പോയോ. ഇനി OTP ഒന്നും വരാത്ത കേസുകളായാലും ശരി, ബാങ്കുകൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റ് തന്നെയുണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യുക. സനദക് എന്നാണ് അതിൻ്റെ പേര്. UAE ഒഫീഷ്യലായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് കേസുകളും അല്ലെങ്കിൽ കംപ്ലയിൻറ്റുകളും ഫയൽ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളത് മാത്രമേ ശ്രദ്ധ നമ്മുടെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫ്രീ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ആപ്പുകളൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ആപ്പ് കാണുമ്പോൾ അതിൽ കയറി അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കുക, അവർ പറയുന്നത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ മറ്റുള്ള ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പോലും ക്യാഷ് ഓൺ ഡെലിവറി നോക്കുക, അല്ലാതെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക.